ഫ്രാൻസും മെക്സിക്കോയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം ഉറുഗ്വേയിലെ പോസിത്തോ സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ്. കളിയുടെ 19-ാം മിനിറ്റിൽ വലതു വിങ്ങിലൂടെ ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റം ആരംഭിക്കുകയായി. ഏണസ്റ്റ് ലിബരേത്തി ആ നീക്കം മെക്സിക്കോയുടെ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ടരികെ വരെ എത്തിച്ചു. അവിടെ മെക്സിക്കൻ ഡിഫൻഡേഴ്സ് ഒരു മികച്ച പ്രതിരോധം തീർത്തു. മുന്നോട്ട് നീങ്ങാനാകാതെ ഏണസ്റ്റ് വലഞ്ഞപ്പോഴേക്കും ഫ്രാൻസിന്റെ മിഡ്ഫീൽഡറായിരുന്ന ലൂസിയൻ ലോറന്റ് പെനാൽറ്റി ബോക്സിലേക്ക് കുതിച്ചെത്തി. ഉടനെ പ്രതിരോധ നിരയെ മറികടക്കാനായി ഒരു ഉയർന്ന ക്രോസ് ഏണസ്റ്റ് ഗോൾ മുഖത്തേക്ക് നീട്ടി നൽകി. അവിടെ കാത്തു നിന്നിരുന്ന ലൂസിയൻ പന്ത് നിലം തൊടുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഒരു വോളിയിലൂടെ അത് ഗോൾ വലയിലേക്ക് പായിച്ചു. മെക്സിക്കൻ ഗോൾ കീപ്പറെ മറികടന്ന് ആ പന്ത് ചെന്നു പതിച്ചത് ചരിത്ര താളുകളിലേക്കാണ്. ഫാക്ടറി ജോലിയുടെ ഇടവേളകളിൽ ഫുട്ബോൾ കളിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ലൂസിയൻ ലോറന്റ് വെറും 5000 താഴെ മാത്രം വരുന്ന കാണികൾക്ക് മുൻപിൽ വെച്ച് തത്സമയ സംപ്രേഷണമോ പരസ്യ കമ്പനികളുടെ സാന്നിധ്യമോ ഇല്ലാത്ത ഒരു വേദിയിൽ നിന്ന് 1930 ജൂലൈ 13 നേടിയ ആ ഗോൾ ചരിത്ര പ്രാധാന്യം ഉള്ളതാകാൻ കാരണം ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ ഗോളായിരുന്നു അത് എന്നതിനാലാണ്. ലോകം മുഴുവൻ ഒരു പന്തിനൊപ്പം സ്പന്ദിക്കാനും ഗോൾ വല കുലുങ്ങുമ്പോൾ മനുഷ്യർ കരയാനും ചിരിക്കാനും ലോകത്തിന്റെ മുക്കിലും മൂലയിലും TV സ്ക്രീനിന് മുൻപിൽ രാത്രികളിലെ ഉറക്കത്തെ മാറ്റി നിർത്തി ഒത്തൊരുമിച്ച് കളി കാണാനും തുടക്കമിട്ടത് ആ ഗോൾ നിമിഷം മുതലാണ്. 23-ാം ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും നിറയുമ്പോൾ 96 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയൊന്നും പകിട്ടില്ലാതെ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ വേൾഡ് കപ്പിന്റെ ആരംഭ കാരണങ്ങളിലേക്കും അന്നത്തെ കളികളിലെ വിജയങ്ങളെയും വിവാദങ്ങളെയും ഓർത്തെടുക്കുകയാണ് ഓർമ്മകളിൽ ഒരിടത്തിന്റെ ഈ അധ്യായത്തിൽ.